അങ്ങനെ വെള്ളം കുറയുന്ന ഒരു ഇഷ്യൂ പറയുന്നുണ്ട്. ഇതിന് പ്രധാനപ്പെട്ട വെള്ളം കുറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു തെർമോസ്റ്റാറ്റ്, അതായത് ഈ ഒരു സംഭവം. ഹായ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ നിൽക്കുന്നത് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്, വട്ടപ്പള്ളി എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. ഇതൊരു 2003 മോഡൽ VXI Zen ആണ്. അപ്പോൾ ഇത് ഉപയോഗിക്കാതെ കിടക്കുന്ന ഒരു വണ്ടിയാണ്. ഉപയോഗിക്കാതെ ഇപ്പം കുറച്ച് നാളെ അവർ എടുക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മൊത്തം ഒന്ന് റീസ്റ്റോർ ചെയ്ത് ഒന്ന് പുത്തനാക്കി ഇറക്കണമെന്നൊരു ആഗ്രഹം. അതുകൊണ്ട് തന്നെ എന്നെ ഒന്ന് വിളിച്ച് കാണിച്ച് എന്തൊക്കെ മാറ്റം ഇതിനകത്ത് കൊണ്ടുവരണം എന്ന് ചോദിക്കാൻ വിളിച്ചതാണ്. അപ്പോൾ നമുക്ക് ഈ വണ്ടി ഒന്ന് മൊത്തത്തിലൊന്ന് ആദ്യം കാണാം. അതായത് ഇത് 2003 മോഡൽ സെന്നാണ്. 2003 മോഡൽ VXI Zen ആണ്. പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, അതേപോലെ ബാക്ക് വൈപ്പറും കാര്യങ്ങളും AC കാര്യങ്ങളും എല്ലാം ഉള്ള വണ്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് ഇതാണ് നിങ്ങൾ കാണുന്ന ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത്. ഫ്രണ്ടിൽ അത്യാവശ്യം കാര്യങ്ങളോ കുഴപ്പങ്ങളോ ഒന്നുമില്ല. പിന്നെ ഇവിടുത്തെ നമ്മുടെ പാർക്ക് ലൈറ്റ് പൊട്ടിയിട്ടുണ്ട്. ഇത് ഞാൻ പറഞ്ഞ ഇവിടെ ബൂട്ട്മോ ആപ്പിൽ അവൈലബിൾ ആണ്. ഏകദേശം ഒരു 150 രൂപ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ബൾബ് കിട്ടും, അല്ലെങ്കിൽ നമുക്ക് സ്ക്രാപ്പിൽ നിന്ന് എടുക്കാം. പിന്നെ ഈ വണ്ടിയുടെ ഫ്രണ്ടിലായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ആദ്യം തന്നെ ഈ ബ്ലാക്ക് ബമ്പർ നമുക്ക് ഈ സെയിം കളർ തന്നെ ആക്കിയെടുക്കാം. ഇതിപ്പോൾ വണ്ടി എടുക്കാതെ കിടക്കുന്നതുകൊണ്ട് തന്നെ പെയിൻറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ഫെയ്ഡ് ആയിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കഴുകുവാണെങ്കിൽ അത്യാവശ്യം ഒന്ന് ബാക്ക് പോളിഷ് കാര്യങ്ങളൊക്കെ ചെയ്യുവാണെങ്കിൽ വണ്ടി ഓക്കെയാണ്. പിന്നെ ഇതിൻ്റെ ഈ ഫ്രണ്ടിലത്തെ ഈ ഒരു ബമ്പർ നമുക്ക് ഫുള്ള് ഈ റെഡ് കളർ തന്നെ അടിക്കുവാണെങ്കിൽ നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് പോലെ തന്നെ ആവും. ഈ ബ്ലാക്ക് ഔട്ട് ഇത് ഫുള്ളൊന്ന് നമ്മൾ സെയിം ബോഡി കളർ ആക്കി കഴിഞ്ഞാൽ അടിപൊളിയാണ്. പിന്നെ ബമ്പറും കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് സ്ക്രൂവും കാര്യങ്ങളൊക്കെ ലൂസാണ്. ഇതൊക്കെ നമുക്ക് സ്ക്രൂ ചെയ്ത് കഴിഞ്ഞാൽ മാറാവുന്ന കേസേ ഉള്ളൂ. അപ്പോൾ ഇതാണ് വണ്ടിയുടെ ഫ്രണ്ടിലത്തെ കണ്ടീഷൻ. നമുക്കപ്പം വണ്ടിയുടെ അകത്തോട് ചെയ്യുന്ന നമ്മുടെ എഞ്ചിൻ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണാം. അപ്പോൾ എഞ്ചിൻ ഓപ്പൺ ചെയ്യുന്ന ക്ലിപ്പ് ഇവിടെയാണ്. ജസ്റ്റ് ഒന്ന് വലിക്കുവാണെങ്കിൽ നമ്മുടെ എഞ്ചിൻ ഓപ്പൺ ആവും. അപ്പോൾ അതെ, നമുക്ക് എഞ്ചിൻ ഓപ്പൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവനാണല്ലേ കുട്ടി ഓണർ അല്ലേ? പേരെന്തുവാ? സിദാൻ. ഇവൻ്റെ വണ്ടിയാണ് കേട്ടോ. ഇവൻ്റെ വണ്ടിയല്ലേടാ? അതെ, ഇവൻ്റെ വണ്ടിയാണ് കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ വണ്ടിയുടെ എഞ്ചിനും കാര്യങ്ങളും ഒക്കെ വന്നിരിക്കുന്നത്. MBFI ആണ്, 2003 മോഡലാണ്. പിന്നെ എടുക്കാതിട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ഇവിടെ ആയിട്ട് നമ്മുടെ എലിക്കുട്ടന്മാരും കാര്യങ്ങളും ഒക്കെ ഇവിടെ കയറിയിട്ടുണ്ട്. പിന്നെ വണ്ടിയുടെ ഈ ഒരു സൈഡിലേക്ക് വരുമ്പോൾ ബാറ്ററി അത്യാവശ്യം പഴകിയതാണെന്ന് തോന്നുന്നു. എന്തായാലും വെള്ളം ഒഴിച്ച് നോക്കുക കേട്ടോ. ജസ്റ്റ് ഒന്ന് കൊണ്ടുപോയി ബാറ്ററി ഷോപ്പിൽ കൊണ്ടുപോയി വെള്ളം ഒഴിച്ച് നോക്കുക. അപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് എടുക്കുന്നൊക്കെ ഉണ്ട് വണ്ടി, കുഴപ്പങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ സൈഡിലേക്ക് വരുമ്പോൾ ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ ഇവിടെ ലീക്ക് ഉണ്ട്, ഓയിൽ ലീക്ക് ഉണ്ട്. ഈ സീല് മാറണം. ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ ഇവിടെ ഒരു സംഭവം ഉണ്ട്, അത് മാറണം. പിന്നെ ഇവൻ വിളിച്ച മെയിൻ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ റേഡിയേറ്റർ ഇഷ്യൂ ആണ്. സെന്നിന് വരുന്ന മെയിൻ പ്രോബ്ലമാണ് വെള്ളം കുറയുന്ന ഒരു ഇഷ്യൂ വന്നിട്ടുണ്ട്. അപ്പം ഇത് ജസ്റ്റ് നമുക്ക് റേഡിയേറ്ററിൻ്റെ ഫാൻ വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കണം. അതിനായിട്ട് ഇപ്പോൾ ചെയ്യേണ്ട സിമ്പിൾ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ താക്കോലിട്ട് നമുക്ക് ഇഗ്നിഷൻ ഒന്ന് ഓണാക്കാം. ഇത് ബാറ്ററി പ്രോപ്പർ വർക്കിംഗ് ആണ് കേട്ടോ. ഇൻഡിക്കേഷൻസും കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. പിന്നെ നമുക്കിത് ഇങ്ങോട്ടേക്ക് വന്നിട്ട് നമുക്കിത് ഈ ഒരു ക്ലിപ്പ് കണ്ടോ, ഈ ഒരു ക്ലിപ്പ് നമുക്കൊന്ന് ഊരി വിടാം. ഇത് നമ്മുടെ റേഡിയേറ്റർ ഫാനിൻ്റെ ക്ലിപ്പാണ്. ഓക്കെ, അപ്പം നമ്മൾ ഊരി വിട്ട സമയത്ത് നമ്മുടെ റേഡിയേറ്റർ കറങ്ങുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ റേഡിയേറ്റർ ഫാൻ കറങ്ങുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ റേഡിയേറ്റർ ഫാൻ എന്തോ ഇഷ്യൂ ഉണ്ട്. അതുകൊണ്ടാണ് ഈ റേഡിയേറ്റർ ഫാൻ കറങ്ങാത്തത്. നമ്മുടെ ഈ ഒരു സെൻസർ വെച്ചാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് ടെമ്പറേച്ചർ കൂടുമ്പം ഈ ഒരു റേഡിയേറ്റർ ഫാൻ കറങ്ങേണ്ടത്. പക്ഷേ ഇപ്പോൾ കറങ്ങുന്നില്ല. അതിൻ്റെ അർത്ഥം നമ്മുടെ ഈ ഒരു റേഡിയേറ്റർ ചിലപ്പോൾ ഒന്ന് അല്ലെങ്കിൽ റേഡിയേറ്റർ ഫാൻ ഒന്ന് റീപ്ലേസ് ചെയ്യേണ്ടി വരും. അതായിരിക്കും ചിലപ്പോൾ ഈ കണക്ടർ ഒന്ന് ജസ്റ്റ് ഒന്ന് ലൂസ് ചെയ്ത് ഒന്ന് ടൈറ്റ് ചെയ്യുവാണെങ്കിൽ ചിലപ്പം വർക്ക് ചെയ്യും. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യുക കേട്ടോ. റേഡിയേറ്ററിന് ഒരു ചെറിയ ഇഷ്യൂ ഉണ്ട്. അതേപോലെ തന്നെ വെള്ളം കുറയുന്ന ഒരു ഇഷ്യൂ പറയുന്നുണ്ട്. ഇതിന് പ്രധാനപ്പെട്ട വെള്ളം കുറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു തെർമോസ്റ്റാറ്റ്, അതായത് ഈ ഒരു സംഭവം, ഇതിൻ്റെ അകത്തൊരു വാൽവ് പോലത്തെ ഒരു സാധനമാണ് തെർമോസ്റ്റാറ്റ് എന്ന് പറഞ്ഞ്. ആ ഒരു സാധനം ജാം ആവുകയാണെങ്കിൽ റേഡിയേറ്ററിൽ വെള്ളം കുറയാൻ ചാൻസ് ഉണ്ട്. അടുത്തായിട്ട് നമുക്ക് എയർ ഫിൽറ്റർ നോക്കാം. എയർ ഫിൽറ്ററൊക്കെ പാമ്പോ കാര്യങ്ങളോ വല്ലതും ഉണ്ടോ നോക്കട്ടെ, ഇവിടെ നിന്ന് നോക്കാം. അപ്പം എയർ ഫിൽറ്ററിൽ വല്ല അഴുക്കും കാര്യങ്ങളൊന്നും ഇല്ല. ഇതെനിക്കൊന്ന് മാറിയതാണെന്ന് തോന്നുന്നു അല്ലേ? അല്ലേടാ, എയർ ഫിൽറ്റർ മാറിയതാണ്. അപ്പോൾ എയർ ഫിൽറ്ററിൻ്റെ കാര്യങ്ങളോ പ്രശ്നങ്ങളൊന്നും ഇത്രയും ഭാഗത്തില്ല. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന മെയിൻ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ ഇഷ്യൂ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ റേഡിയേറ്റർ ഫാനുണ്ട്. പിന്നെ ഈ റേഡിയേറ്റർ നമുക്ക് റെഡിയാക്കാൻ പറ്റാത്ത റേഡിയേറ്റർ ആണെങ്കിൽ നമുക്ക് സ്ക്രാപ്പിൽ നിന്ന് വേറെ റേഡിയേറ്റർ എടുത്താൽ മതി. ഒരു 10,000-2000 രൂപയുടെ താഴെ ആകത്തുള്ളൂ റേഡിയേറ്റർ. നമുക്ക് സ്ക്രാപ്പിൽ നല്ല റേഡിയേറ്റർ കിട്ടും. അപ്പോൾ എന്തായാലും ഇത് ഫാനൊന്നും വർക്ക് ചെയ്യുന്നില്ല. ജസ്റ്റ് ഒന്ന് കാണിച്ച് നോക്കുക കേട്ടോ. പിന്നെ ടോട്ടൽ ബോഡിയും കാര്യങ്ങളും വലിയ പ്രശ്നങ്ങളൊന്നും ഇവിടെ ഒന്നും വന്നിട്ടില്ല. പക്ക സ്റ്റാർട്ടിങ് കാര്യങ്ങളൊക്കെയാണ്. ബാറ്ററി ചിലപ്പോൾ ഒന്ന് റീപ്ലേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് എഞ്ചിൻ ബേൽ നോക്കാനുള്ള അടച്ചേക്കാം. പിന്നെ നമുക്ക് വണ്ടിയുടെ ഇൻറ്റീരിയറിലേക്ക് വരാൻ നേരം അപ്പോൾ നമ്മളങ്ങനെ വണ്ടിയുടെ അകത്തേക്ക് വന്നിരിക്കുകയാണ്. വണ്ടി VXI ആയതുകൊണ്ട് തന്നെ പവർ സ്റ്റിയറിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് നിങ്ങളെ കാണിച്ചു തരാം. ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നമ്മുടെ AC കൺട്രോൾസും കാര്യങ്ങളൊക്കെയാണ്. AC ഒക്കെ വർക്കിംഗ് ആണോ ജസ്റ്റ് നമുക്ക് ചെക്ക് ചെയ്യപ്പോഴേ. അപ്പോൾ നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതെ
ഫസ്റ്റ് സ്റ്റാർട്ട് തന്നെ വണ്ടി സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഞാൻ നേരത്തെ ഒന്ന് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ചെറിയ സ്റ്റാർട്ടിംഗ് പ്രോബ്ലം ഉണ്ടായിരുന്നു. ഇപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോഴേക്ക് അത് ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പവർ സ്റ്റിയറിംഗ് നല്ല പക്കാ വർക്കിംഗ് ആണ്. ഒരു കുഴപ്പവും കാര്യങ്ങളും ഒന്നുമില്ല പവർ സ്റ്റിയറിങ്ങിന്. VXA ആയതുകൊണ്ട് തന്നെ നല്ല അടിപൊളിയായ രീതിയിൽ പവർ സ്റ്റിയറിംഗ് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ബാക്ക് വൈപ്പറിൻ്റെ കൺട്രോൾസ് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. ബാക്ക് വൈപ്പർ കൺട്രോൾസ് ഇവിടെ വന്നിട്ടുണ്ട്. നമ്മുടെ ബാക്ക് വൈപ്പർ വർക്ക് ചെയ്യുന്ന കാണാൻ പറ്റും നിങ്ങൾക്ക്, കണ്ടില്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ ബാക്ക് വൈപ്പറും വർക്കിംഗ് ആണ്, പ്രശ്നമൊന്നുമില്ല. പിന്നെ നമുക്ക് നോക്കേണ്ടത് AC ആണ്. AC എടുക്കുന്നില്ല കേട്ടോ, AC എടുക്കുന്നില്ല. കംപ്രസർ വർക്ക് ചെയ്യുന്നില്ല. കാറ്റ് വരുന്നുണ്ട്, അതായത് ബ്ലോവറിൻ്റെ ആയത്. നമ്മുടെ കൊച്ചു പറയണ്ട AC വർക്ക് ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പം AC നമുക്ക് ചെക്ക് ചെയ്യണമായിരുന്നു. നമ്മൾ ഇപ്പോൾ വണ്ടി ഇപ്പം ഐഡിയൽ ഇട്ടിട്ട് നമ്മൾ ജസ്റ്റ് ഞെക്കാൻ നേരം വണ്ടിയുടെ ഫ്രണ്ട് ഒരു പിടുത്തം വരും. അപ്പോൾ അത് ഫീൽ ചെയ്യുന്നില്ല. അപ്പോൾ അതിനർത്ഥം അവിടെ AC എടുക്കുന്നില്ലെന്നാണ്. ACയുടെ കംപ്രസർ എടുക്കുന്നില്ല. ബ്ലോവർ ഫാൻ വർക്ക് ചെയ്യുന്നുണ്ട്. മിക്കവാറും നമ്മുടെ കംപ്രസർ എടുക്കാഞ്ഞിട്ട് തന്നെയാണ് കേട്ടോ കാര്യങ്ങൾ അത് ഇങ്ങനെ സംഭവിക്കാറ്. പിന്നെ പവർ വിൻഡോ ആണ്. പവർ വിൻഡോയും വർക്കിംഗ് അല്ല, കാരണം എന്തോ വെള്ളം വന്നാണ്ട് കയറി ഷോർട്ടായിരിക്കുമെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഇവിടെ ഹാൻഡിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് അത്യാവശ്യമുള്ള കാര്യമല്ല. പക്ഷേ വണ്ടി റണ്ണിങ് കണ്ടീഷൻ ഓക്കെയാണ്. പിന്നെ ഇൻറ്റീരിയർ ഞാൻ കാണിച്ചാൽ ഇൻറ്റീരിയർ അത്യാവശ്യം കുഴപ്പമില്ല, നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. വണ്ടി വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. പിന്നെ എനിക്ക് ഏറ്റവും വലിയ ഇഷ്ടപ്പെട്ടൊരു ഫീച്ചറാണ് നമ്മുടെ ഈ ഒരു പവർ സ്റ്റിയറിംഗ്. എന്തായാലും അത് വർക്കിംഗ് ആണ് പക്കായിട്ട്. പിന്നെ മീറ്ററിലേക്ക് നോക്കുമ്പം 1,17,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. ഫ്യൂൽ ഗേജും കാര്യങ്ങളും ഇൻഡിക്കേഷൻസും കാര്യങ്ങളും എല്ലാം വർക്കിംഗ് ആണ്. ബാറ്ററിക്ക് വലിയ ഇഷ്യൂ ഒന്നും കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല. എന്തായാലും നമുക്ക് നോക്കാം. പിന്നെ നമുക്ക് വണ്ടി ഓഫ് ചെയ്തിട്ട് നേരെ പുറത്തേക്ക് വരാം. വണ്ടിയുടെ സൈഡൊന്ന് നോക്കാം. സൈഡിലൊക്കെ ഇവിടെ ആയിട്ട് ചെറിയ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇതൊക്കെ ഇവന് ഓടിക്കാൻ പഠിച്ചാൽ തോന്നുന്നു എനിക്ക്, അല്ലേ? അപ്പോൾ ഇവിടെ ആയിട്ട് ചെറിയ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് വലിയ പ്രശ്നമൊന്നുമില്ല. നമുക്ക് ജസ്റ്റ് ടച്ച് ആൻഡ് പോളിഷ് എടുത്താൽ മതി. പിന്നെ ബാക്കിലേക്ക് വരാൻ നേരം ബാക്കിൽ വലിയ ഇഷ്യൂസ് ഒന്നുമില്ല. പിന്നെ ഈ ബമ്പർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഈ ബോഡി കളർ ആക്കുവാണെങ്കിൽ സെറ്റപ്പ് ആയിരിക്കും. വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ജസ്റ്റ് ഒന്ന് വണ്ടി ആദ്യം കഴുകി കഴിഞ്ഞാൽ വണ്ടി നീറ്റാവും. പിന്നെ ബാക്ക് വൈപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്, വർക്കിംഗ് ആണ്, പക്കാ വർക്കിംഗ് ആണ്. സൈഡിലേക്ക് വരുമ്പോഴും ഈ സൈഡിൽ വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ടയർ എന്ന് പറയുന്നത് 4 ടയറും അത്യാവശ്യം 4 ടയറും കട്ടയുണ്ട് കേട്ടോ. 4 ടയറിൽ നീറ്റ് ടയറും കാര്യങ്ങളുമാണ്. വണ്ടിയുടെ ടയർ സൈഡിലേക്ക് നോക്കുമ്പോൾ ടയർ സൈഡ് 4 ക്ലീൻ ആണ്, വേറെ പ്രശ്നങ്ങളോ ഒന്നുമില്ല. ഓക്കെ, അപ്പം ഈ ഒരു വണ്ടി ഇപ്പം നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അപ്പം നമ്മുടെ ഈ ഒരു വണ്ടിയിൽ നമ്മളിപ്പോൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ എൻജിൻ സൈഡ് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. എൻജിൻ സൈഡ് ഒന്ന് ചെക്ക് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ACയും കംപ്രസറും കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല, അതും കൂടെ ചെക്ക് ചെയ്യുക. ഈ 2 കാര്യങ്ങളാണ് വരുന്നത്. അവിടെ നമ്മുടെ AC നോക്കുന്നതിന് കംപ്രസർ മാറുന്നതിന് ഏകദേശം ഒരു കംപ്രസറിന് മാറണമെങ്കിൽ നമുക്കൊരു 10,000-3,000 രൂപയുടെ കംപ്രസർ കിട്ടും. പിന്നെ റേഡിയേറ്ററും ഒരു 2,000 രൂപ. അപ്പോൾ ഏകദേശം 5,000 രൂപ വർക്കാവും. പിന്നെ മെക്കാനിക്കൽ എല്ലാം കൂടെ നീ എന്തായാലും കാണിക്കും. അപ്പോൾ എന്തായാലും ഈ വണ്ടി ഇപ്പോൾ ഉടനെ തന്നെ വർക്കിന് കയറ്റാം. എന്നാണ് നീ കയറ്റാൻ പ്ലാൻ ചെയ്യുന്നത്? ഈ ആഴ്ച തന്നെ കയറ്റാം. അപ്പം ഈ ആഴ്ച തന്നെ നമ്മുടെ വണ്ടി വർക്കിന് കയറ്റും. ഇപ്പം ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു സെൻ യൂസർ എന്ന നിലയിൽ ഞാൻ സെൻ ഉപയോഗിക്കുന്ന ആളായതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കിയത്. അപ്പോൾ എൻ്റെ സൈഡിൽ നിന്ന് ഞാൻ ഇത്രയും കാര്യങ്ങളാണ് വന്നത്. മെയിനായിട്ടും കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്, അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തു കഴിഞ്ഞാൽ ആള് കുട്ടപ്പനാണ്, അറിയാമല്ലോ, സെന്നാണ് മോനെ. അപ്പം ഈ ഒരു വണ്ടി നോക്കാൻ വന്നപ്പം നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കാൻ തോന്നി. നമ്മുടെ കേരളത്തിൽ ഒരു സമയങ്ങളിൽ ഇപ്പോഴും എന്നോട് പറയാം, നമ്മുടെ റോഡുകളൊക്കെ ഭരിക്കുന്ന നമ്മുടെ രാജാവാണ് നമ്മുടെ സെൻ എന്ന് പറയുന്നത്. നമ്മുടെ വണ്ടി ഇവിടെ കിടപ്പുണ്ട് കേട്ടോ, കിടക്കുന്നു, അവിടെ കിടപ്പുണ്ട് നമ്മുടെ വണ്ടി. ഓക്കെ, അപ്പം ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുവാണ്. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ അക്കൗണ്ട് ഫോളോ ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. About to fade away, 'cause every time I wake up I feel like it's Monday. Something's going wrong with all the chemicals up in my brain. All of a sudden I don't look at anything